സോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആളുകൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങുന്ന 3 കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും, നമ്മളൊരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴോ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും നമ്മൾ അവിടെ ഒരു വേണ്ടാത്ത ഒരാളാണോ എന്ന്. നമ്മൾ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു റിപ്ലൈ ഇല്ല, ആരും മൈൻഡ് ചെയ്യണില്ല. നമ്മൾ വന്നാലും പോയാലും ആർക്കും ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോ ഒരു പരിപാടിക്ക് വന്നില്ലെങ്കിൽ എന്താടാ വരാത്തത് എന്ന് ചോദിക്കാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥ വളരെ പെയിൻഫുൾ ആണല്ലേ. സത്യം പറഞ്ഞാൽ ഇതിന് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അറിയാതെ നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാവാം ചിലപ്പോ നമ്മുടെ വാല്യൂ തന്നെ കുറയ്ക്കാൻ കാരണമാകുന്നത്. ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു 5 കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. സോ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. പോയിന്റ് 1, സാക്രസി പ്രിൻസിപ്പിൾ, അമിതമായ അവൈലബിലിറ്റി. ഈ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്രേസി ആയിട്ടൊക്കെ തോന്നും. എന്നാൽ നിങ്ങൾ എല്ലാ കാര്യത്തിനും എപ്പോഴും റെഡിയായി നിൽക്കുമ്പോൾ നിങ്ങൾ ആളുകൾ വില കുറച്ച് കാണാൻ തുടങ്ങും. ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, റോഡിന്റെ അരികിൽ കിടക്കുന്ന ഒരു കല്ലിന് ആരെങ്കിലും വില കൊടുക്കും? ഇല്ല. പക്ഷെ സ്വർണത്തിന് എന്താ വില? അതിന്റെ റീസൺ എന്താണ്? അത് എപ്പോഴും കിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. ആരെ എപ്പോ വിളിച്ചാലും എന്താവശ്യത്തിന് വിളിച്ചാലും നീ നിന്റെ കാര്യങ്ങള് ഇട്ടെറിഞ്ഞ് ഓടി ചെല്ലുകയാണെങ്കിൽ ആളുകൾ വിചാരിക്കും നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്ന്. നിന്റെ ടൈമിന് അവിടെ വാല്യൂ കുറയുകയാണ് ചെയ്യണത്. അവനവിടെ എപ്പോ വിളിച്ചാലും വരും എന്നൊരു ചിന്ത അവർക്ക് വരികയാണെങ്കിൽ അവരുടെ ആവശ്യത്തിന് മാത്രം വിളിക്കുന്ന വെറും ഒരു ഓപ്ഷനായി നീ മാറും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾക്കും സമയത്തിനും ഒരു വാല്യൂ കൊടുക്കുക. തിരക്കുള്ളപ്പോൾ അത് മാന്യമായി തിരക്കാണ് എന്ന് പറയാൻ പഠിക്കുക. ഇടയ്ക്കൊക്കെ ഒരു നോ പറയുന്നതും നല്ലതാണ്. നിന്റെ സമയം വിലപ്പെട്ടതാണ് എന്ന് നീ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവരിൽ നിന്ന് നിനക്ക് കൂടുതൽ റെസ്പെക്ട് കിട്ടുന്നത്. 2ാമത്തെ പോയിന്റാണ് ദ എംപ്റ്റി വെസൽ, വാല്യൂ ഇല്ലാത്ത സംസാരം. ചിലർ സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ അവർക്കൊരു നിയന്ത്രണം ഉണ്ടാവില്ല. അവർ പറയുന്ന കാര്യങ്ങൾ ഒരു പ്രശസ്തിയും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. കേൾക്കുന്നവർക്ക് എത്ര ബോളടിച്ചാലും അവരത് നിർത്തുകയും ഇല്ല. വെറുതെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് ആളുകൾക്ക് നിങ്ങളെ ഒരു സീരിയസ് പേഴ്സണായി കണക്കാക്കാൻ കഴിയില്ല. നീ എന്തൊക്കെ സീരിയസ് ആയിട്ട് പറഞ്ഞാലും ആളുകൾ അതൊരു തമാശയായിട്ട് എടുക്കും. അവൻ എന്തേലൊക്കെ പറയട്ടെ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നൊരു തോട്ട് അവർക്ക് വരും. അതുകൊണ്ട് തന്നെ വലിച്ചു വാരി മണ്ടത്തരങ്ങൾ പറയാതിരിക്കുക. പറയുന്ന കാര്യങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. കുറച്ച് പറയുന്നവരെയും കൃത്യമായ കാര്യങ്ങൾ പറയുന്നവരെയും ആരും ഇഗ്നോർ ചെയ്യാറില്ല. 3ാമത്തെ പോയിന്റാണ് ദ എനർജി ട്രെയിനർ. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടാവും ഇതുപോലെ എപ്പോഴും നെഗറ്റീവ് പറയുന്ന ഒരാൾ. എനിക്ക് വയ്യ, വീട്ടിലാകെ പ്രശ്നമാണ്, കയ്യിൽ 5 പൈസ ഇല്ല. ഇങ്ങനെ എപ്പോഴും അവരുടെ സങ്കടങ്ങൾ മാത്രമേ അവർ പറയുള്ളൂ. പലപ്പോഴും ഇങ്ങനെയുള്ളവരുടെ കൂടെ ഇരിക്കാൻ ആൾക്കാർ പൊതുവെ താല്പര്യപ്പെടാറില്ല. നിന്റെ പ്രശ്നങ്ങൾ നിന്റെ സുഹൃത്തുക്കളോട് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇപ്പോഴും വിക്ടിം കാർഡ് കളിക്കരുത്. കുറച്ചുകൂടി പോസിറ്റീവായി സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് അവോയ്ഡ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ സൈക്കോളജി കാര്യങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.